അപ്പൊ ഇന്ന് രാവിലെ എണീറ്റപ്പോ തന്നെ റീലി വന്നൊരു കാര്യമാണ്. ഞാൻ പറഞ്ഞേ എന്റെ അടുത്തേക്ക് ഇതെല്ലാം വരും, കാരണം എനിക്ക് സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു കർമ്മമുള്ളതാണ്. ഇത്ര എത്തി 2026 വരെ എത്തി, അതുവരെ സ്റ്റോപ്പ് ചെയ്യാൻ സാധിച്ചില്ല. സാധിക്കേണ്ട ആവശ്യമില്ല, സമയമാകുമ്പോൾ സാധിച്ചാൽ പോലെ. എല്ലാത്തിനും അതിൻ്റെയുള്ള പെർഫെക്റ്റ് സമയമുണ്ട്. ഓക്കെ, ഡിവൈൻ ടൈം എന്ന് പറയും. അപ്പൊ വേറൊന്നുമല്ല, നമ്മുടെ ബ്ലാക്ക് റോക്കും ഈ പറയുന്ന ജിയോയുള്ള ഇന്ത്യ ഭരിക്കുന്ന ആള്. ഇന്ത്യയാണ് ജിയോയും ഈ പറയുന്ന അദാനി, ഇവർ രണ്ടുമാണ് ആ ഇന്ത്യ ഭരിക്കുന്ന ആൾക്കാർ. അവരെ വെച്ചിട്ട് ഈ പറയുന്ന ബ്ലാക്ക് റോക്ക്, ഈ പറയുന്ന എലോൺ മസ്കും എല്ലാവരും ഇവരെ ഡമ്മിയാക്കി എടുത്തിരിക്കുന്നു. അപ്പൊ ബ്ലാക്ക് റോക്ക് $13 ട്രില്യൺ ഒരു ബിസിനസ് ഒക്കെ ഇവിടെ കൊണ്ടുവരാൻ പോണേ. ഓക്കെ, അതായത് നമുക്ക് ഇനി ഇവിടെ ഈ പറയുന്ന ട്രില്യൺസോ ബില്യൺസോ ഒന്നും വേണ്ട. അതോടൊപ്പം തന്നെ പത്രത്തിൽ നോക്കിയപ്പോ ഇത് പനി 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 ഒരു കൊതുക്, അതിനെപ്പോലും കൺട്രോൾ ചെയ്യാൻ പറ്റാതെ നമ്മുടെ എല്ലാ ജനങ്ങളും ഈ പറയുന്ന പനിയും കാര്യങ്ങളെല്ലാം വന്നു പോകുന്നു. അതോടൊപ്പം തന്നെ അത് ബിൽഗേറ്റ്സിന്റെ തന്നെ ഒരു ജനറ്റിക്കലി മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ കൊതുകുകളെ അവരിവിടെ ഇറക്കിയിട്ടുണ്ട്. ഓക്കെ, ഇതൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. ഇതെല്ലാം വിദേശ രാജ്യത്തൊക്കെ അറിഞ്ഞ ഒരു പ്രൊട്ടസ്റ്റ് ചെയ്ത കാര്യങ്ങളാണ്. ഈ പറയുന്ന ലിപ്സിൻ ഫയൽ വന്നിട്ടാണെങ്കിൽ പോലും ഈ പറയുന്ന അവരെല്ലാവരും എതിരെ, ട്രംപിനെതിരെ എല്ലാം വന്നു. പക്ഷെ ഇന്ത്യയിൽ യാതൊരു അനക്കവുമില്ല. എനിക്ക് എന്താണെന്നറിയില്ല, ഇന്ത്യയിൽ LDF, UDF, BJP അനങ്ങുന്നില്ല. അപ്പൊ ഈ വിഡ്ഢികളുടെ ഒരു കോമാളിത്തരം കഴിയാനുള്ള സമയം പോയി. അപ്പൊ ഈ പറഞ്ഞ ബ്ലാക്ക് റോക്ക് എന്ന് പറഞ്ഞ കമ്പനി തന്നെയാണ് 10,000 കോടി കൊടുത്തിട്ട് നമ്മുടെ ഹോസ്പിറ്റലെല്ലാം മേടിക്കുന്നത്. ഓക്കെ, ഹോസ്പിറ്റലെല്ലാം മേടിച്ചിട്ട് ഈ പറഞ്ഞ ഡോക്ടേഴ്സ് എല്ലാം കമ്മീഷൻ കൊടുത്തിട്ട് ഈ ഇഞ്ചക്ഷൻ വെപ്പിക്കണം, ഈ ആന്റിബയോട്ടിക്സ് എടുപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് കുഞ്ഞുങ്ങളെല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം കാണുമ്പോൾ അതോടൊപ്പം അംബാനിക്കുള്ളതാണ് 2040 അജണ്ട. അതായത് ആ ഒരു കാർബൺ സോൺ ആക്കണം, കാർബൺ ക്രെഡിറ്റ്. അതായത് നിങ്ങൾക്കൊന്നും ശ്വാസം ഉണ്ടാവില്ല. ഓക്കെ, പ്രാണവായു ഒന്നും ഉണ്ടാവില്ല നിങ്ങൾക്ക്. നിങ്ങൾ പണം കൊടുക്കേണ്ടി വരും. പണമല്ല, ക്രിപ്റ്റോ കറൻസി. പണമൊക്കെ അപ്പോഴേക്കും ഇല്ലാതായിട്ടുണ്ടാവും. അപ്പൊ ഈ കുഞ്ഞിന്റെ ശ്വാസവായു പോലും അവർ പണം കൊടുത്ത് മേടിക്കാൻ തുടങ്ങുന്നു. ഭൂമിയെല്ലാം വെന്തുരുകുന്നു എന്നുള്ള വാർത്ത വരുന്നു. ഓക്കെ, വെന്തുരുകുന്നു. ഈ പറഞ്ഞ ഭൂമിയുടെ അടിയിൽ വെള്ളം വറ്റിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതെല്ലാം റിലാക്സേഴ്സിന് അറിയാം, കാരണം ഇതിന്റെ എല്ലാം സൊല്യൂഷൻ ആയിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞേ, ഞാൻ ഒരു പ്രോഫിറ്റ് ജനറേഷൻ അല്ല എന്റെ ഓറിയന്റേഷൻ. ഇവൻ കുഞ്ഞിന് പെർഫെക്റ്റ് ആയിട്ട് ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റും. അത് ഈ പറയുന്ന അപ്പന്മാരെല്ലാം മരിച്ചു പോയാലും വർഷങ്ങൾ കഴിഞ്ഞാലും പെർഫെക്റ്റ് ആയിട്ട് ജീവിക്കാൻ പറ്റും. അപ്പൊ അതിനുള്ള എല്ലാ പദ്ധതിയും എന്റെ കയ്യിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ സിവിലൈസേഷൻ തുടങ്ങിയത്. അതായത് മരങ്ങളെല്ലാം വെട്ടി, കാടെല്ലാം വെട്ടി, നമ്മൾ കുടിലിൽ നിന്ന് തുടങ്ങി ഇങ്ങനെ വളർന്ന് അതായത് മനുഷ്യർ ആ ഒരു സ്വാർത്ഥതയ്ക്ക് വേണ്ടി എല്ലാം പൊളിഞ്ഞു കളഞ്ഞ് അവർ കെട്ടിടങ്ങൾ ഉണ്ടാക്കി ഇപ്പൊ പെർഫെക്റ്റ് ആയിട്ട് 2026 വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ശ്വാസം മുട്ടി മരിക്കുന്നു, ക്യാൻസർ വരുന്നു, സ്ട്രോക്ക് വരുന്നു, ഹാർട്ട് അറ്റാക്ക് വരുന്നു, എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, ഇതെല്ലാം വന്ന് ആൾക്കാർ മരിക്കുന്നു. അപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്നു. അപ്പൊ അവർ പിന്നെയും പ്ലാൻ ചെയ്തിട്ടുണ്ട്, 2100 വരെ അവർ പ്ലാൻ ചെയ്തിട്ടുണ്ട്, വരുന്നത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം. പക്ഷെ ഇന്ത്യ സുഡാനി പോലെ ആവും. ഓക്കെ, ദുബായ് പോലെ 2050 ആകുമ്പോൾ ഈ രീതിയിലായിരിക്കും ആവുന്നത്. അതായത് ഈ രീതിയിലാവും. കാരണം പറഞ്ഞില്ലേ, നമ്മൾ റോബോട്ടല്ല, നമുക്ക് മരങ്ങൾ വേണം, കൃഷി വേണം, ശുദ്ധമായ പച്ചക്കറി വേണം. അപ്പൊ അതെല്ലാം അവർ സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചോണ്ട് ഈ പറയുന്ന നരേന്ദ്രമോദി കൊണ്ടാണെങ്കിൽ പോലും ഈ പറയുന്ന നമ്മുടെ കൃഷിയെല്ലാം അവർ റിട്ടയർഡ് ചെയ്യുന്ന ഡീലെല്ലാം കൊണ്ടുവരുന്നുണ്ട്. ഇന്ത്യ ടാരിഫ് എല്ലാം കുറച്ചിട്ട്. അപ്പൊ ഇതെല്ലാം അവർ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളും ഭാവി തലമുറ എല്ലാം സുഡാനി പോലെ ഇതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ഭാവി കിടക്കേണ്ടി വരും. അതായത് അല്ലെ, സൗത്ത് ആഫ്രിക്ക ഏറ്റവും വലിയ ഖനിയുള്ള സ്ഥലം, അവിടുത്തെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ നോക്കൂ, ഈ രീതി കിടക്കേണ്ടി വരും. അപ്പൊ അതുപോലെ തന്നെ ഈ കുഞ്ഞും കിടക്കേണ്ടി വരും. അപ്പൊ ഈ അംബാനി അദാനി ഒന്നും ഉണ്ടാവില്ല, അവരുടെ കുഞ്ഞും ഇങ്ങനെ തന്നെ കിടപ്പുണ്ടാവും. അപ്പൊ ഇതെല്ലാം ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ.